അതുവരെയുള്ള യാത്രകൾക്കൊന്നും ഒരർത്ഥവും ഇല്ലായിരുന്നെന്ന് ഷാലാമിസ് എന്ന സഞ്ചാരിപ്രാവ് തിരിച്ചറിയുന്നത് ഒടുവിലത്തെ ഈ യാത്രയിലാണ്. ആർക്കും പിടികൊടുക്കാത്ത ഷാലാമിസും ചെങ്കുത്തായ മലനിര പോലുള്ള അവരുടെ മനസ്സും. സഞ്ചാരിപ്രാവ് പ്രസിദ്ധീകരിക്കപ്പെട്ട ശേഷം പലരും എന്നോട് ചോദിച്ചു, ഈ ഷാലാമിസ് ഞാനല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഷാലാമിസിനെ പോലെ അത്ര വിശാല മനസ്കയല്ല. ഷാലാമിസിന്റെ മനസ്സിന്റെ സൗന്ദര്യം എനിക്കില്ല. പക്ഷേ ഷാലാമിസിനെ പിടികിട്ടാത്തിടത്തെല്ലാം ഞാൻ അവിടെയെല്ലാം എൻ്റെ രക്തവും മാംസവും നിറച്ചു വെച്ചാണ് ആ കഥാപാത്രത്തെ പൂർണ്ണമാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാകാം ഒരുപക്ഷെ എൻ്റെ എഴുത്തു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായി പലരും ഷാലാമിസിനെ കാണുന്നത്. സത്യമതല്ലെങ്കിലും